നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ. ഹൈടെക് കോടതിയിലാണ് സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകിയിരിക്കുന്നത്. പൾസർ സുനി അടക്കമുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും അപ്പീലിൽ ആവശ്യപ്പെടുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഈ അപ്പീലിൽ സർക്കാർ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? നീലിമ, നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ഉൾപ്പെടെ 4 പ്രതികളെ വെറുതെ വിട്ടിരുന്നു. ഇതൊക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത്. പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ നൽകണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പൾസറും ദിലീപും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. 6 വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതൊന്നും തന്നെ, ആ തെളിവുകളൊന്നും തന്നെ ഈ പറയുന്ന കോടതി വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള അപ്പീലിലെ വാദം. അതുമാത്രമല്ല, ഈ കൊട്ടേഷൻ തുകയ്ക്ക് വേണ്ടിയിട്ട് പൾസർ സുനി ദിലീപിന് ജയിലിൽ നിന്നും കത്തയച്ചിരുന്നു. ഈ കത്തും തെളിവായിട്ട് കണക്കിലെടുത്തില്ല. ദൃശ്യങ്ങൾ ദിലീപിന്റെ സഹോദരന്റെ കൈവശമുണ്ട് എന്നതിനും കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു. സഹോദരന്റെ ഫോണിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള വിവരണം ലഭിച്ചിരുന്നു. അതും പരിഗണിക്കാതെയാണ് കീഴ്ക്കോടതി ഇത്തരത്തിൽ ദിലീപ് ഉൾപ്പെടെയുള്ള 4 പേരെ വെറുതെ വിട്ടിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ മണിക്കൂറുകൾ കാണാതെ സീൻ എഴുതിയെടുക്കാൻ ആകില്ല. ഇത് പക്ഷേ കോടതി നിരാകരിച്ചു, അല്ലെങ്കിൽ അവഗണിച്ചു എന്നുള്ളതാണ്. അതായത് ഈ ദൃശ്യങ്ങളുടെ വിവരണം സഹോദരന്റെ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവായിരുന്നു. ആ തെളിവ് എന്തുകൊണ്ടാണ് കീഴ്ക്കോടതി പരിഗണിക്കാതിരുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത്. നിർണായകമായിട്ട് അനവധി സാക്ഷികൾ ഉണ്ടായിരുന്നു. ആ സാക്ഷികളുടെ മൊഴികൾ പോലും കോടതിക്ക് മുഖവിലക്കെടുക്കാനോ അത് പരിഗണിക്കാനോ സാധിച്ചില്ല. ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കീഴ്ക്കോടതി കടന്നു എന്നുള്ളതാണ് ഒരു വിമർശനം എന്നുള്ള രീതിയിൽ സർക്കാർ നൽകിയിട്ടുള്ള അപ്പീലിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ പ്രതികൾ അപ്പീൽ സമർപ്പിച്ചിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ കൂടി വന്നിരിക്കുന്നത്. ഇതിൽ പൾസർ ഉൾപ്പെടെയുള്ള ശിക്ഷ ലഭിച്ചിട്ടുള്ളവരുടെ ആ കാലാവധി അല്ലെങ്കിൽ ശിക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ആവശ്യം. അതോടൊപ്പം തന്നെ വെറുതെ വിട്ട അല്ലെങ്കിൽ ഈ പറയുന്ന ദിലീപ് ഉൾപ്പെടെ 4 പ്രതികളെ വെറുതെ വിട്ട നടപടി അത് തെറ്റാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെയും ശിക്ഷിക്കണം എന്നുള്ളതാണ് അപ്പീലിൽ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന മറ്റൊരു ആവശ്യം. എന്തായാലും അടുത്ത ദിവസമായിരിക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ അപ്പീൽ പരിഗണിക്കുക. സ്വാഭാവികമായിട്ടും ഇത് പരിഗണിച്ചുകൊണ്ട് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് വിശദീകരണം തേടാനായിട്ടുള്ള പ്രാഥമിക നടപടിയായിരിക്കും ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കുക. എന്തായാലും നിരവധി സമയം കഴിഞ്ഞതിന് ശേഷമാണ്, 1 മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ നടിയെ ആക്രമിച്ച കേസിൽ അപ്പീലിലേക്ക് കടക്കുന്നത്. നിയമപരമായിട്ടുള്ള എല്ലാ പഴുതുകളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമവശങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷം അപ്പീൽ ഹർജി ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ സമർപ്പിക്കാമെന്നുള്ളതായിരുന്നു തീരുമാനം. എന്തായാലും ഈ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ നൽകിയിട്ടുള്ള അപ്പീലിൽ കീഴ്ക്കോടതി, അതായത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കൃത്യമായിട്ട് തെളിവുകൾ പരിഗണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് വാദമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ദിലീപിനെ വെറുതെ വിട്ട നടപടി അത് തെറ്റാണെന്നും ഈ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധങ്ങൾ തെളിയിക്കുന്ന ആ തെളിവുകൾ മുഖവിലക്കെടുക്കാനായിട്ട് കീഴ്ക്കോടതി വിമുഖത കാട്ടി എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട വാദങ്ങൾ. നീലിമ. ഓക്കെ രേഷ്മ.